ബഹിരാകാശവും കടന്ന് നിയാസിന്റെ ബാറ്റിൽ നിന്ന് ഏക് മാർ ദോ തുകട്ട. What a batting! The real lefty power man. Again straight lega. Six lega. നേടിയെടുക്കുന്നു ഒരു അത്യുജ്വല സിക്സ് സുൽഫിയുടെ ബാറ്റിൽ നിന്ന്. പ്രവാസി കെയറിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു അമീൻ ആൻഡ് നിയാസ്. ഡോസ് ലഭിച്ച പ്രവാസി കെയർ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. 5 ഓവർ മത്സരമാണ് ചാവക്കാട് MCC അണിയിച്ചൊരുക്കിയ സീസൺ 2 രണ്ടാം സെമി ഫൈനൽ മത്സരം. എക്കോസ് വേഴ്സസ് പ്രവാസി കെയർ. വിക്കറ്റിന് പിന്നിൽ ഇല്ലു. എക്കോസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു റൈന. സാധ്യ ബോൾ ഉയർത്തിട്ടിരിക്കുന്നു ഫീൽഡർ. ഒരു സിംഗിൾ മാത്രമാണ് നേടുന്നത്. സ്ട്രൈക്കിലെത്തുന്നു അമീൻ. അമീൻ ഡോട്ട് ബോൾ. അമീൻ ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. നിയാസ് സിക്സിലൂടെ ബിഗ് ഷോട്ടിലൂടെ വിലപ്പെട്ട 6 റൺസ് നേടിയെടുക്കുന്നു പ്രവാസി കെയറിന് വേണ്ടി. എല്ലാ മത്സരങ്ങളിലും വിജയിച്ചാണ് ഈ സെമി ഫൈനൽ മത്സരത്തിലേക്ക് പ്രവാസി കെയർ വന്നു ചേരുന്നത്. വീണ്ടും ബാക്ക് ടു ബാക്ക് സിക്സസ്. The lefty power आएगा मारेगा जीतेगा. ये 5 ओवर का मैच है. आगे पीछे देखने का जरूरत नहीं है. What a batting नियास. പക്ഷെ ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ. ആദ്യ ഓവർ പൂർത്തിയാകുന്നു. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 15 റൺസ്. സ്ട്രൈക്കിൽ നിയാസ്. ബൗൾ ചെയ്യാനെത്തുന്നു ഷാഹിദ്. ആവേശത്തിന്റെ മറ്റൊരു സെമി ഫൈനൽ മത്സരം. എഗോസ് വേഴ്സസ് പ്രവാസി കെയർ. ചാവക്കാട് MCC അണിയിച്ചൊരുക്കുന്ന CCL 2 വൺ ഡേ ടൂർണമെന്റിന്റെ
ആവേശകരമായ സെമി ഫൈനൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ബഹിരാകാശവും കടന്ന് നിയാസിന്റെ ബാറ്റിൽ നിന്ന് एक मार दो तुखटा. What a batting! The real lefty power man. What a comeback, Shahid. പക്ഷേ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു, സ്ട്രൈക്കിലെത്തുന്നു അമീൻ. ഓ, വിട്ട് കളയുന്നു. നല്ലൊരു ട്രൈ ആയിരുന്നു സുൽഫി, പക്ഷേ നഷ്ടമാകുന്നു. ഒരു ലൈഫ് ലഭിക്കുന്നു അമീന. ഇല്ലുവിൻ്റെ നല്ലൊരു ട്രൈ, പക്ഷേ അത് വിക്കറ്റാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. Again dot ball. Good comeback, Shahid. Amin. Leg side like a short fielder. വീണ്ടും ഒരു കുറ്റൻ ഷോട്ടിലൂടെ, പക്ഷേ ഫീൽഡർ കൊമ്മുകളിലൂടെ ഫീൽഡറുടെ കൈകളിൽ തട്ടി പന്ത് സിക്സിലേക്ക്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ നിയാസിന്റെ അത്യുജ്വല ബാറ്റിംഗ് പ്രവാസി കയറിന് വേണ്ടി. കീപ്പർ ചേഞ്ച് ആവുന്നു. ഷാഹിദ് വിക്കറ്റിന് പിന്നിലേക്ക്. 2 ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പ്രവാസിക്കർ 29 റൺസ്. സ്ട്രൈക്കിൽ അമീൻ. എക്കോസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു വിശ്വസ്തനായ അവരുടെ ബൗളർ ഷിഹാബ്. ആദ്യ ബോൾ അമീൻ. ഓ, ക്യാച്ച് എടുക്കുന്നു. വാട്ട് എ ക്യാച്ച്, വാട്ട് എ ബൗളിംഗ്, വാട്ട് എ ക്യാച്ച്. ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു പ്രവാസി കയറിന്. ഇവിടെയാണ് ഷിഹാബിനെ കുറിച്ച് പറഞ്ഞത് വിശ്വസ്തനായ ബൗളർ എന്ന്. ആ ബൗളർ നിർദ്ദേശിച്ച പൊസിഷനിൽ ഫീൽഡറെ കൊണ്ടുവെക്കുന്നു. അവിടെ തന്നെ ബാറ്റർ ഷോട്ട് കളിച്ച വിക്കറ്റ് നേടിയെടുക്കുന്നു. എക്സ്പീരിയൻസ്. ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു. ന്യൂ ബാറ്റർ അംനാസ് ക്രീസിലെത്തുന്നു. 3-ാമത്തെ ഓവറിൽ ആദ്യ ബോളിൽ വിക്കറ്റ് നേടിയെടുക്കുന്നു. എക്കോസിന് വേണ്ടി ഷിഹാബ്. ന്യൂ ബാറ്റർ അംനാസ്. ഡോട്ട് ബോൾ. സുൽഫിയുടെ ഒരു അത്യുജ്വല ക്യാച്ചിലൂടെയായിരുന്നു ആദ്യ വിക്കറ്റ് നേടിയെടുത്തത് ഷിഹാബിന്റെ ബൗളിംഗിൽ. എക്കോസ് again dot ball. Again dot ball. വിക്കറ്റിന് പിന്നിൽ ഷാഹിദ്. സ്ലിപ്പിൽ ക്യാപ്റ്റൻ അഫ്നാസ്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ ഇതൊരു മെഡിൻ ഓവർ ആകുമോ? നമുക്ക് കാത്തിരിക്കാം. ഓ, മെഡിൻ ഓവർ 2 വിക്കറ്റും ആകേണ്ടതായിരുന്നു, പക്ഷേ റിട്ടേൺ ക്യാച്ച് നഷ്ടമാകുന്നു. എങ്കിലും അത്യുജ്വല ബൗളിങ്ങിലൂടെ ഈ സെമി ഫൈനൽ മത്സരത്തിൽ ഒരു മെഡിൻ ഓവർ ഷിഹാബ് ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 29.
ഇദ്ദേഹം ബൗൾ ചെയ്യാൻ വന്ന ഉടനെ പറഞ്ഞതാണ്, ഇന്ന് ഈ ടൂർണമെൻറ്റിൽ ഇതുവരേക്കും എക്കോസിന് വേണ്ടി അത്യുജ്വല ബൗളിംഗ് കാഴ്ചവെച്ച ബൗളറാണ് ഷിഹാബ്. അത് സെമി ഫൈനലിലും ആവർത്തിക്കുന്നു. ഏതൊരു ബൗളറും സ്വപ്നം കാണുന്ന ഒരു പ്രകടനം ഈ സെമി ഫൈനലിൽ. മേഡൻ ഓവർ 1 വിക്കറ്റ്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ ഷിഹാബ്. നിയാസ അദ്ദേഹം സ്ട്രൈക്കിലെത്തിയപ്പോഴെല്ലാം സിക്സുകൾ പിറന്നിട്ടുണ്ട് ഈ മത്സരത്തിൽ. കഴിഞ്ഞ ഓവറിൽ നോൺ സ്ട്രൈക്കിൽ അദ്ദേഹം നിർഭാഗ്യവശാൽ പെട്ടുപോയതാണ്. ഇവിടെ ഇതാ സ്ട്രൈക്ക് ലഭിക്കുന്ന ആദ്യ ബോളിൽ തന്നെ 6 നേടിയെടുക്കുന്നു നിയാസ്. ഡോട്ട് ബോൾ. ഇല്ലു ശക്തമായ തിരിച്ചു വരവ്, ഒരു 6 വഴങ്ങിയതിനു ശേഷം. പക്ഷേ ഇനിയും 4 ബോളുകൾ ശേഷിക്കുന്നുണ്ട്. ലോങ് ഓണില്ല, ഒരു സിംഗിൾ ഫീൽഡ് ചെയ്യുന്നു ഷാക്കിർ. പക്ഷേ ഓവർ ത്രോ മിസ്സാകുന്നു, അത് ഡബിൾ ആക്കി മാറ്റുന്നു. ഡോട്ട് ബോൾ. ഒരു ഫുൾ ടോസ് ബോൾ. പക്ഷേ ഫീൽഡർ വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഈ സെമി ഫൈനൽ മത്സരത്തിൽ കണക്ഷൻ ലഭിക്കാതെ അംനാസ. 4 ഓവർ പൂർത്തിയാകുന്നു. 4 ഓവർ പൂർത്തിയാകുമ്പോൾ പ്രവാസി കെയർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 36. ആദ്യ 2 ഓവറിൽ 29 റൺസ് വഴങ്ങിയ എക്കോസ് പിന്നീട് ഷിഹാബിൻ്റെയും ഇല്ലുവിൻ്റെയും ബൗളിങ്ങിലൂടെ ശക്തമായി തിരിച്ചു വരുന്നു. ഷിഹാബ് ഒരു മേഡിൻ ഓവർ എറിഞ്ഞിരുന്നു. രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൻ്റെ അവസാന ഓവർ എറിയാനെത്തുന്നു ഷാക്കിർ. അമ്പയർ കോൾ വൈഡ്. ഒരു ഫുൾ ടോസ് ബോൾ ലെഗ് സൈഡിലേക്ക് വന്ന് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ടീം സ്കോർ 38-ലെത്തുന്നു. ഇനി 5 പന്തുകൾ ശേഷിക്കുന്നു. ഈ 38-ൽ 13 ബോളിൽ 35 റൺസും നേടിയത് നിയാസിന്റെ ബാറ്റിൽ നിന്നാണ്. സ്ട്രൈക്കിൽ അംനാസ്. Again dot ball. ശക്തമായ റപ്പിലായിരുന്നു അമ്പയർ കോൾ ഔട്ട്. ന്യൂ ബാറ്റർ ക്രിസിലെത്തുന്നു. ന്യൂ ബാറ്റർ ഫിറോസ് നേരിട്ട് ആദ്യ ബോൾ 6ലേക്ക്. ബാറ്റിംഗ് നേരിട്ട് ആദ്യ പന്ത് തന്നെ 6ലേക്ക് ഉയർത്തിക്കൊണ്ട് ഫിറോസ്. ശേഷിക്കുന്നത് 4 ബോളുകൾ. വീണ്ടും വിക്കറ്റ് നേടിയെടുക്കുന്നു ഷാക്കിർ. ഹെഡ്സെടുത്തുകൊണ്ട് കീപ്പർ ക്യാച്ചിൽ അവസാനിക്കുന്നു. അവസാന ഓവറില്ല നോ സ്ട്രൈക്കിൽ പെട്ടുപോകുന്നു നിയാസ. ന്യൂ ബാറ്റർ ഫിർഹാദ് ക്രീസിലെത്തുന്നു. ശേഷിക്കുന്നത് 2 ബോളുകൾ. നേരിട്ട് ആദ്യ ബോൾ ഫിർഹാദ്. പക്ഷെ ഫീൽഡർ ഉണ്ട്. വീണ്ടും വിക്കറ്റ്. 3 വിക്കറ്റുകൾ ഈ ഓവറിൽ നേടിയെടുക്കുന്നു ഷാക്കിർ.
ഷാക്കിർ അവസാന ഓവർ എറിയാനെത്തി 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ബൗളിംഗ്. ന്യൂ ബാറ്റർ യൂസഫ് ക്രീസിലെത്തുന്നു. പ്രവാസി കയർ ഇതുവരെയും നേടിയത് 43 റൺസാണ്. ഈ 43-ൽ 35 നേടിയത് നിയാസിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ഓവറിൽ അവസാന ബോൾ ലോങ് ഓണിലേക്ക് ഒരു ഷോട്ട്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. അമ്പയർ കോൾ നോട്ട് ഔട്ട്. വിജയലക്ഷ്യം 46. ഇവിടെ എക്കോസിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. 2 ഓവറിൽ 29 റൺസ് വഴങ്ങിയതിന് ശേഷം. പക്ഷേ നിയാസിന്റെ പെർഫോമൻസ് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നേരിട്ട് 13 പന്തുകളാണ്, അതിൽ 35 റൺസ് നേടുന്നു. ടീം സ്കോർ 45. അതിൻ്റെ 35 റൺസും സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ലെഫ്റ്റി ബാറ്റർ നിയാസ്. എക്കോസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സുബൈർ ആൻഡ് റൈന. വിജയലക്ഷ്യം 46. 5 ഓവർ മത്സരം, സെക്കൻഡ് സെമി ഫൈനൽ. ചാവക്കാട് MCC അണിയിച്ചുകൊണ്ടിരിക്കുന്ന CCL സീസൺ 2-ൻ്റെ ആവേശകരമായ സെക്കൻഡ് സെമി ഫൈനൽ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത പ്രവാസി കെയർ 45 റൺസ് എടുത്തിരുന്നു. വിജയലക്ഷ്യം 46. സ്ട്രൈക്കിൽ സുബൈർ. വിക്കറ്റിന് പിന്നിൽ അയ്യൂബ്. ആദ്യ ബോൾ ഡോട്ട് ബോൾ. പ്രവാസിക്കാരന് വേണ്ടി ആദ്യ ഓവർ എറിയുന്നത് അമീൻ. ഡോട്ട് ബോൾ. എഗോസ് എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഈ സെമി ഫൈനൽ മത്സരത്തിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ് എഗോസ്. പക്ഷേ പ്രവാസി കെയറിൻ്റെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എഗോസിന് സാധിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സുബൈർ. ഡോട്ട് ബോൾ. അമീൻ 3 പന്തുകൾ എറിഞ്ഞു മാറുമ്പോൾ ഒരു റൺസ് പോലും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. വിക്കറ്റ് നേടിയെടുക്കുന്നു. 3 ഡോട്ട് ബോളുകൾക്ക് ശേഷം 4ാമത്തെ ബോളിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സുബൈറിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് അമീൻ എന്നാൽ വിശ്വസ്തൻ ആ പേരിന് അനർത്ഥമാക്കിക്കൊണ്ട് പ്രവാസി കയറിന്റെ വിശ്വസ്തനായ ബൗളറായി മാറുന്നു അമീൻ. വിക്കറ്റിന് പിന്നിൽ അയ്യൂബ് ക്യാച്ചെടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു അമീൻ്റെ ബൗളിങ്ങിൽ. എക്കോസിന് വേണ്ടി ന്യൂ ബാറ്റർ ഷാക്കിർ ഇന്ന് ബൗളിങ്ങിൽ അത്യുജ്വല പെർഫോമൻസിലൂടെ അവസാന ഓവറിൽ 3 വിക്കറ്റ് നേടിയെടുത്തിരുന്നു. മികച്ചൊരു ഓൾറൗണ്ടറാണ് ഷാക്കിർ. ഓവറിൽ 5ാമത്തെ ബോൾ. നേരിട്ട് ആദ്യ ബോൾ ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് മിസ്സായി പോകുന്നു. സമ്മർദ്ദത്തിൽ അടിക്കുന്നു ഷാക്കിറെ. ഉയർന്നു പോകുന്നു. അയ്യൂബ് വിട്ടുകളയുന്നു. ഒരു പക്ഷേ ഈ മാച്ച് തന്നെയാണ് വിട്ടുകളയുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. മേഡിൻ ഓവറും 2 വിക്കറ്റുമാകേണ്ട ഒരു ഓവറാണ് ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിലൂടെ മിസ്സായി പോകുന്നത് അമീന്. ഒരു ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസ്. ടൂർണമെൻറ്റിലുടനീളം മികച്ച പെർഫോമൻസ് എക്കോസിന് വേണ്ടി കാഴ്ചവെച്ച ബാറ്ററാണ് ഷാക്കിർ. പക്ഷേ ഇന്ന് ആദ്യ ഓവറിൽ നൽകിയ അവസരം വിട്ടുകളഞ്ഞിരുന്നു. ആ നഷ്ടപ്പെടുത്തിയ അവസരത്തിൽ ഒരു പക്ഷേ അറിയാതിരിക്കാൻ വയ്യ, ഈ മാച്ചിൻ്റെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരിക്കാം. 2ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ഫിറോസ്. ആദ്യ ബോൾ ലെഗ് സൈഡിലേക്ക്, ഒരു മിസ് ഫീൽഡ്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. സ്കൂപ്പ് ഷോട്ടിലൂടെ ഫീൽഡ് ചെയ്യുന്നു, പക്ഷേ വീണ്ടും 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഓഫിലേക്ക് ഒരു ബ്യൂട്ടി ഷോട്ട്, പക്ഷേ അത്യുജ്വലമായി ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടുന്നത്. സ്ട്രൈക്കിലെത്തുന്നു റൈന.
ഡോട്ട് ബോൾ. ഓപ്പണിംഗ് ഇറങ്ങിയതാണ് റെയ്ന, പക്ഷേ സ്ട്രൈക്ക് ലഭിക്കുന്നു ഇപ്പോഴാണ്. റെയ്നയുടെ ബാറ്റിൽ നിന്നൊരു അത്യുജ്വല ഷോട്ട്, പക്ഷേ ഫീൽഡർ പിറകിലേക്ക് ഓടിക്കൊണ്ട് ഒരു അത്യുജ്വല കാച്ചിലൂടെ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഫിറോസിന്റെ ബൗളിംഗിൽ നിഹാദിന്റെ ഒരു അത്യുജ്വല കാച്ചിലൂടെയാണ് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായത്. ഫിറോസിന്റെ ബൗളിംഗിൽ പിറകിലോട്ട് ഓടിക്കൊണ്ട് അത്യുജ്വലമായി കൈകൾ ഒതുക്കുന്നു നിഹാദ്. ന്യൂ ബാറ്റർ സുൽഫി ക്രീസിലെത്തുന്നു. ഹാർഡ് ഹിറ്ററാണ്. പക്ഷേ നല്ലൊരു ഷോട്ടിലൂടെ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. 2 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 7 റൺസ്. പ്രവാസി കയറിന് ബൗളേഴ്സിൽ നിന്ന് നല്ലൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. 2 വിക്കറ്റുകൾ 2 ഓവറിനിടയ്ക്ക് നേടിയെടുക്കുന്നു. 7 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷേ എക്കോസിന്റെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ ശക്തമാണ്. സ്ട്രൈക്കിൽ സുൽഫി, ഷാക്കീർ സ്ട്രൈറ്റിലേക്ക്, പക്ഷേ ഫീൽഡർ ഉണ്ട്. വീണ്ടും വിട്ടുകളയുന്നു. രണ്ടാമത്തെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇതിനെ കുറിച്ച് ഇനി എന്തു പറയണം? അതും നിർണായകമായ വിക്കറ്റാണ് വിട്ടുകളയുന്നത് ഫീൽഡേഴ്സ്. നിഹാദ് പ്രവാസിക്കാരന് വേണ്ടി കൃത്യമായി പന്തെറിയുന്നു. നിഹാദ് സ്ട്രൈറ്റിലേക്ക്, സിക്സിലേക്ക് നേടിയെടുക്കുന്നു. ഒരു അത്യുജ്വല 6 സുൽഫിയുടെ ബാറ്റിൽ നിന്ന്. അമ്പയർ കോൾ വൈഡ്. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു, പക്ഷെ നല്ലൊരു ഷോട്ടിലൂടെ അത് ഡബിൾ ആക്കി മാറ്റുന്നു. നല്ലൊരു ബൗളിംഗ് തന്നെയായിരുന്നു. ഫീൽഡർ 2 ഫീൽഡർക്ക് മുന്നിലായി ലാൻഡ് ചെയ്യുന്നു. വീണ്ടും 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ആവേശം, അതിലേറെ സമ്മർദ്ദം. സെക്കൻഡ് സെമി ഫൈനൽ എക്കോസ് വേഴ്സസ് പ്രവാസി കയർ. അമ്പയർ കോൾ വൈഡ്. ഇനി 2 ബോളുകൾ ശേഷിക്കുന്നു. ബ്രില്യൻ ബൗളിംഗ്, പക്ഷേ അതിലേറെ മനോഹരമായ ഒരു ഷോട്ടിലൂടെ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കല്ല ഷാക്കിർ. സ്ട്രൈക്കല്ല ഷാക്കിർ. ഇനി സെമി ഫൈനൽ മത്സരത്തിൽ 2 അവസരങ്ങൾ ലഭിച്ച സ്ട്രൈക്കിലെത്തുന്നു ഷാക്കിർ. നിഹാദിന്റെ ബോളിൽ ഉയർത്തിയടിക്കുന്നു ഷാക്കിർ. ഫീൽഡർ ഉണ്ട്. വിട്ട് കളയുന്നു. ഫീൽഡർ എത്തിപ്പെടുന്നില്ല. മൂന്നാമത്തെ ഒരു അവസരമെന്ന് പറയാം. 3 ഓവർ പൂർത്തിയാകുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 25. ഇനി 12 പന്തുകളിൽ വേണ്ടത് 21 റൺസ്. ബൗൾ ചെയ്യാനെത്തുന്നു ഫിറാദ്. സ്ട്രൈക്കിൽ സുൽഫി. ഒരു വൈഡ് ബോൾ, അതിലും റണ്ണ് നേടിയെടുക്കുന്നു. ഇനി വേണ്ടത് 12 പന്തുകളിൽ 19 റൺസ്. സൈഡിലേക്ക് ഷാക്കിറിന്റെ ബാറ്റിൽ നിന്നും 2 റൺസ് അനായാസം ഓടി പൂർത്തിയാക്കുന്നു. ഇനി വേണ്ടത് 11 ബോളിൽ 17 റൺസ്.
എക്കോസ് വിജയത്തിലേക്ക് അടുക്കുന്നു. Again, white ball. പ്രവാസി കെയർ ബൗളേഴ്സ് കൃത്യമായി പന്തെറിഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് പിഴച്ചു പോകുന്നു. 2 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ഇനി വേണ്ടത് 16. അത്യുച്ചല ബൗളിംഗ് ആയിരുന്നു. പക്ഷേ ഒരു റൺസ് അതിവേഗം ഓടി പൂർത്തിയാക്കുന്നു. ബ്രില്യൻറ്റ് റണ്ണിംഗ്. ഓഫിലേക്ക് വാട്ട് എ ഷോട്ട്. സുൽഫി ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു. സുൽഫിയുടെ ബാറ്റിൽ നിന്ന് എക്കോസ് കളിച്ചെല്ലാ മത്സരങ്ങളും ജയിച്ചു കയറി സെമിയിലെത്തിയത് വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ ബാറ്റിംഗ്. നേരത്തെ പറഞ്ഞതാണ്, ശക്തമായ ബാറ്റിംഗ് നിരയുള്ള ടീമാണ് എക്കോസ്. പക്ഷേ ഇവിടെ കൃത്യമായി പന്തെറിഞ്ഞ് തുടങ്ങിയ പ്രവാസി കയറിന് അവസാന സമയത്ത് നഷ്ടമാകുന്നു. വീണ്ടും 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വിക്കറ്റിന് വേണ്ടി ശക്തമായ അപ്പീൽ. നോട്ട് ഔട്ട്. അമ്പയർ സിഗ്നൽ. ഇനി ഓവറിൽ ശേഷിക്കുന്നത് 2 ബോളുകൾ. വേണ്ടത് 9 റൺസ്. 8 ബോളിൽ 9. ഫീൽഡ് ചെയ്യുന്നു യൂസഫ്. ഒരു സിംഗിൾ മാത്രമാണ് അനുവദിക്കുന്നത്. യൂസഫിന്റെ അത്യുച്ചല ഫീൽഡിംഗ്. അണികൾക്ക് ആവേശം. 4ാമത്തെ ഓവറിൽ അവസാന ബോൾ. ഡോട്ട് ബോൾ. വാട്ട് എ ബൗളിംഗ്. ഫിറാദ്. ഇനി അവസാന ഓവറിൽ വേണ്ടത് 8 റൺസ്. 6 ബോളിൽ 8. സമ്മർദ്ദം, ആവേശം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സെമി ഫൈനൽ മത്സരം. ഇരുഭാഗത്തും സമ്മർദ്ദമേറുന്നു. സ്ട്രൈക്കിൽ സുൽഫി ഇതുവരേക്കും നല്ല ഒരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രവാസി കയറിന് വേണ്ടി അവസാന ഓവർ എറിയാനെത്തുന്നു ഷമീറിന് തൻ്റെ ടീമിനെ സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് നയിക്കാൻ സാധിക്കുമോ? സ്ട്രൈക്കിൽ സുൽഫി. ഷമീർ ടു സുൽഫി. ആദ്യ ബോൾ ലെഗ് സൈഡിലേക്ക്. പക്ഷേ ഫീൽഡറുണ്ട്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിൽ സുൽഫി. പ്രഷർ, ആവേശം ഇരുഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫുൾ ടോസ് ബോൾ 6ലേക്ക് സുൽഫിയുടെ ബാറ്റിൽ നിന്ന്. വാട്ട് എ ബാറ്റിംഗ്. ടീമിനെ വിജയത്തിലേക്ക്, ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്നു സുൽഫി ആൻഡ് ഷാക്കിർ കൂട്ടുകെട്ട. ബൗളേഴ്സ് കൃത്യമായി പന്തെറിഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ടില്ലാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. അവസാനം നേടിയെടുക്കുന്നു അർഹതപ്പെട്ട വിജയം എക്കോസ്. സുൽഫിയുടെ ബാറ്റിങ്ങിലൂടെ